Hi all, good evening and welcome back. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഫ്രീ ക്ലാസ് ആണ് സെയ്പ്പിന്റെ അബ്നോർമൽ സൈക്കോളജി ആണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഫിഫ്തിലും ഒക്കെ ആവശ്യമുള്ളതാണ്. ഫിഫ്തിലും സിക്സ്തിലും അബ്നോർമൽ സൈക്കോളജി, ഇനി ഇഗ്നോയിലേക്കാണെങ്കിൽ തേർഡ് ഇയറിൽ അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡർ 1 and 2 ഉണ്ട്. അപ്പൊ ഒക്കെ അബ്നോർമൽ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ആസ് എ സൈക്കോളജി സ്റ്റുഡന്റ് ഫൈനൽ ഇയർ എത്തുമ്പോഴേക്കും നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് അബ്നോർമൽ സൈക്കോളജി, ഡിസോർഡേഴ്സ് എങ്ങനെയൊക്കെയാണ്. കാരണം ഒരിക്കലും നോർമൽ ആയിട്ടുള്ള ആള് നമ്മളെ അടുത്തേക്ക് വരൂല, അല്ലേ? അപ്പൊ എപ്പോഴാണ് നോർമാലിറ്റി അബ്നോർമാലിറ്റിയിലേക്ക് പോകുന്നത്, അതിന് എന്തൊക്കെ ഘടകങ്ങളുണ്ട്, എവിടെയാണ് അതിന്റെ തുടക്കം, ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇത് നമ്മുടെ സെയ്പ്പിന്റെ അബ്നോർമൽ സൈക്കോളജിയുടെ നോട്ട്സ് ആണ്. നമുക്ക് നോക്കാം എന്താണ് അബ്നോർമൽ സൈക്കോളജി എന്നുള്ളത്. ആദ്യം നമുക്ക് ഡെഫിനിഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. Abnormal psychology. Abnormal psychology is concerned with understanding the nature, causes and treatment of mental disorder. മാനസിക രോഗത്തിന്റെ സ്വഭാവം, നേച്ചർ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് മാനസിക രോഗം വരുന്നത്, അതിന് എന്തൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കാം എന്ന് കൺസേൺ ചെയ്യുന്ന സൈക്കോളജിയുടെ വളരെ പ്രൊമനന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്ത്, അബ്നോർമൽ സൈക്കോളജി എന്ന് പറയുന്നത്. ശരിക്കും എന്താണ് മെന്റൽ ഡിസോർഡറിന്റെ ആണല്ലോ, മെന്റൽ ഡിസോർഡറിന്റെ നേച്ചർ, കോഴ്സ്, ട്രീറ്റ്മെന്റ്. ശരിക്കും എന്താണ് മെന്റൽ ഡിസോർഡർ? അല്ലെങ്കിൽ എന്നോട് പലപ്പോഴും കുട്ടികൾ വന്ന് ചോദിക്കാറുണ്ട്, എപ്പോഴാണ് ഒരു കൺസൾട്ടേഷൻ എടുക്കേണ്ടി വരുന്നത്? അതായത് നമുക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഡേ ബൈ ഡേ സിംറ്റംസ് കൂടി വരികയാണ്. അപ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക നോർമാലിറ്റിയിൽ നമ്മൾ ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. നോക്കിയേ, മെന്റൽ ഡിസോർഡർ. According to DSM-5, a mental disorder is classified as a syndrome that is present in an individual and that involves clinically significant disturbance in behavior, emotion regulation or cognitive functioning. കണ്ടോ, DSM-5 പ്രകാരം ഒരു മെന്റൽ ഡിസോർഡർ എന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഒരു സിൻഡ്രോം ആണ്. ഒരാളിൽ അത് പ്രസന്റ് ആയിരിക്കും, ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ്. അപ്പൊ അടുത്ത വേർഡാണ് ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ്. അതായത് സാരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുക, അതാണ് ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ്. അതായത് പ്രത്യക്ഷത്തില് അയാൾക്കും അയാളുടെ ചുറ്റുമുള്ളവർക്കും മനസ്സിലാവുകയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. അതാണ് ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസ്റ്റർബൻസിന് എന്തൊക്കെ, അയാളുടെ സ്വഭാവത്തില്, ഇമോഷൻ റെഗുലേഷനില്, കോഗ്നിറ്റീവ് ഫങ്ഷനിങ്. ഉദാഹരണം പറഞ്ഞാൽ ബിഹേവിയറിൽ ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് ആണ്. ആളെ കിടക്കപ്പായാലും 24 വയസ്സായി അല്ലെങ്കിൽ 22 വയസ്സായി പോട്ടെ, 13 വയസ്സായി ആള് ഡെയിലി കിടക്കപ്പായാലും മൂത്രമൊഴിക്കുന്നുണ്ട്. ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് ഡിസ്റ്റർബൻസ് ആണ് ബിഹേവിയറിൽ, പോട്ടെ, അതും വിടും. ആൾക്ക് ഒരു ദിവസം ഒരു 5-6 പ്രാവശ്യം മാസ്റ്റർബേറ്റ് ചെയ്യണം. ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് ഡിസ്റ്റർബൻസ് ആണ് ബിഹേവിയറിൽ. അല്ലെങ്കിൽ അയാൾക്ക് ഒരാളുടെ വസ്തു കട്ടെടുക്കാൻ തോന്നുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് അയാളുടെ സ്വന്തം ജെനിറ്റൽസ് മറ്റൊരാൾക്ക് കാണിക്കാൻ തോന്നണം. ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് ഡിസ്റ്റർബൻസ് ഇൻ ബിഹേവിയർ. അവിടെ ബിഹേവിയറിൽ ബുദ്ധിമുട്ട് വരാം, അല്ലെങ്കിൽ ഇമോഷൻ, സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര ഉന്മാദാവസ്ഥ, ഇമോഷൻ റെഗുലേഷനുള്ള ബുദ്ധിമുട്ട്. കോഗ്നിറ്റീവ്, നന്നായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല, പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളൂല എന്നുള്ള തോന്നല് വരികയാണ്, കോഗ്നിറ്റീവ് ഫങ്ഷനിങ്. അതായത് ഒരു മെന്റൽ ഡിസോർഡർ എന്ന് പറയുന്നത് സിൻഡ്രോം ആണ്. അത് ഇൻഡിവിജ്വൽ പ്രസന്റ് ആയിരിക്കാണ്. എങ്ങനെ, ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാണ്. ഏതൊക്കെ മേഖലകളിലാണ്? ബിഹേവിയർ, ഇമോഷൻ റെഗുലേഷൻ, കോഗ്നിറ്റീവ് ഫങ്ഷനിങ്. These disturbances are thought to reflect a dysfunction in biological, psychological or developmental processes that are necessary for mental functioning. അതായത് ഈ സിൻഡ്രോം, ഈ ഡിസ്റ്റർബൻസ് കാരണം അവർക്ക് ശാരീരിക, മാനസിക അല്ലെങ്കിൽ ഡെവലപ്മെന്റ് പ്രോസസ്സിലൊക്കെ സാരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കുകയാണ്. അവരുടെ മെന്റൽ ഫങ്ഷനിങ്ങിന് അത് തകരാറുകളാക്കുകയാണെങ്കിൽ അതൊരു മാനസിക രോഗമാണെന്ന് നമുക്ക് പറയാം. അപ്പൊ ബിഹേവിയറിലോ, ഇമോഷൻ റെഗുലേഷനിലോ, കോഗ്നിറ്റീവ് ഫങ്ഷനിലോ ഒക്കെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. അത് കാരണം അവർക്ക് നിത്യജീവിതം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ മെന്റൽ ഫങ്ഷനിങ് ഒന്നും നല്ല രീതിയിലല്ല പോകുന്നത് എങ്കിൽ, അല്ലെങ്കിൽ അവർക്കോ അവരുടെ ചുറ്റുമുള്ളവർക്കോ അവരുടെ ഈ പ്രശ്നം കാരണം സാരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നിങ്ങളേക്ക് അവരുടെ ചുറ്റുമുള്ളവർക്ക് സംശയരോഗം, പാരനോയിഡ് പേഴ്സണാലിറ്റി, അവരുടെ ചുറ്റുമുള്ളവരോട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുക. ചില കേസസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ, ഈ അടുത്ത കാലത്ത് എനിക്ക് വന്നൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാല്, കല്യാണം കഴിഞ്ഞ് 4 വർഷം ആ കൊച്ച് സിറ്റ് ഔട്ട് വരെ കണ്ടിട്ടില്ല.
അതായത് റൂമിൽ മാത്രം, അല്ലെങ്കിൽ അടുക്കള റൂം, സിറ്റ് ഔട്ടിലേക്ക്, ഇനി സ്വന്തം വീട്ടിൽ പോവാണെങ്കിൽ ആ പോയി വരുന്നത് വരെ വീഡിയോ കോൾ അവിടെ ഓൺ ആക്കിയിരിക്കണം. നിങ്ങൾ അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. പാരനോയിഡ് പേഴ്സണാലിറ്റിയാണ്. ആ പാരനോയിഡ് പേഴ്സണാലിറ്റി അയാൾക്ക് മാത്രമല്ല, അയാളെ ചുറ്റുമുള്ളവർക്കും പ്രശ്നം വരികയാണ്. സോ എപ്പോഴും ഒരു മാനസിക പ്രശ്നം അല്ലെങ്കിൽ മാനസിക രോഗം എവിടെയാണ് അയാൾക്കും ബുദ്ധിമുട്ട്, അയാൾക്ക് ചുറ്റുമുള്ളവർക്കും ബുദ്ധിമുട്ട്. അത് അയാളുടെ ബിഹേവിയറിനെയോ ഇമോഷൻ റെഗുലേഷനെയോ കോഗ്നിറ്റീവിനെയോ ബാധിക്കുകയാണ്. അയാളുടെ ഡെയിലി ഫങ്ഷനിങ് അല്ലെങ്കിൽ മെന്റൽ ഫങ്ഷനിങ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ ദാറ്റ്സ് എ മെന്റൽ ഡിസോർഡർ. ഓക്കെ ആണോ? ഓക്കെ ആണോ? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കണം. ഞാന് ഫ്രീ ക്ലാസ് അല്ലേ, ഡൗട്ട്സ് ചോദിക്കാൻ പറ്റുമോ, അങ്ങനെയൊന്നുമില്ല. നമ്മളിത് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ അല്ലേ? അറ്റ്ലീസ്റ്റ് തംസ് അപ്പ് എങ്കിലും തരണം കേട്ടോ. ഓക്കെ, ഇപ്പൊ നിങ്ങള് നമ്മളെടുത്ത് ഇപ്പൊ ആ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, എന്റെ അടുത്ത് എപ്പോഴും ഒരു മാനസിക രോഗിയല്ല വരാറ്, മാനസിക പ്രശ്നമുള്ളവരാണ്. മെന്റൽ ഡിസോർഡർ എന്ന് പറയുമ്പോൾ എല്ലാം മെന്റൽ ഡിസോർഡർ ആവണം എന്നില്ല. അത് ഒരു സ്ട്രെസ്, ഓവർലോഡ്, ആൻസൈറ്റി, ഇതിനൊന്നും എന്താണ്, അതായത് എപ്പോഴാണെന്നറിയോ ഒരു രോഗമായിട്ട് അത് ബാധിച്ചാൽ സിംറ്റംസ് വളരെയധികം പെർസിസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്, വളരെയധികം ഡിഫിക്കൽട്ടി ഉണ്ടാക്കുകയാണ്. അയാൾക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തത്രയും ഡിസ്റ്റോർട്ടഡ് ആവുന്ന സമയത്താണ് ഡിസോർഡർ. അപ്പൊ തുടക്കത്തിൽ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല തോന്നുന്നിടം ജസ്റ്റ് ടേക്ക് എ സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ ഓർ എ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അടുത്ത് പോയിട്ട് ഒരു കൗൺസിലിംഗ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന്, അതായത് നിങ്ങൾക്ക് ഇപ്പൊ പിന്നെ നമ്മുടെ എക്സാമിന്റെ സ്ട്രെസ്സോ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ബ്രേക്കപ്പ്, അല്ലെങ്കിൽ പിന്നെ ടോക്സിക് റിലേഷൻഷിപ്പ്, ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഗോ ഫോർ എ കൺസൾട്ടേഷൻ. ശരിക്കും പറഞ്ഞാൽ കൺസൾട്ടേഷനിലൂടെ നമ്മൾ തരുന്നത് നിങ്ങൾക്ക് ഒരു വിഷനാണ്. അതായത് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. സോ വിഷൻ ഉണ്ടാക്കി തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ, മിക്ക കൺസൾട്ടേഷനും ചിലപ്പോൾ 1-2 കൺസൾട്ടേഷനുകളുടെ തുടക്കത്തിലൊക്കെയാണ്. അത് കുറെ കാലം ഇട്ട് ഏത് ഒരു രോഗമാണെങ്കിലും പഴകി കഴിഞ്ഞാൽ മാറാൻ ബുദ്ധിമുട്ടാണ്. സോ എപ്പോഴും നിങ്ങൾ ആസ് എ സൈക്കോളജിസ്റ്റ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ധർമ്മം എന്ന് പറയുന്നത് ചുറ്റുമുള്ളവരെ അറിയിക്കുക എപ്പോഴാണ് കൺസൾട്ടേഷൻ എടുക്കേണ്ടത്. ഇനിയാണ് നോർമാലിറ്റി ആൻഡ് അബ്നോർമാലിറ്റി. എന്താണ് നോർമാലിറ്റി അല്ലെങ്കിൽ എപ്പോഴാണ് അബ്നോർമൽ ആവുന്നത്? ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് അബ്നോർമാലിറ്റി. അബ്നോർമാലിറ്റിയുടെ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. എപ്പോഴാണ് ഒരാൾ അബ്നോർമൽ ആവുന്നത്, ഏത് കാരണങ്ങൾ കൊണ്ടാണെന്നാണ് കേട്ടോ. ഒന്ന് സബ്ജക്റ്റീവ് ഡിസ്ട്രെസ്. എനിക്ക് തന്നെ തോന്നുകയാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, കുറെ ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, ഭയങ്കര മടുപ്പ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യം കേൾക്കുമ്പോഴേക്കും ഭയങ്കര ടെൻഷൻ, സബ്ജക്റ്റീവ് ആയിട്ട് ഡിസ്ട്രെസ് ഉണ്ട്. ഇഫ് എ പേഴ്സൺ സഫർ ഓർ എക്സ്പീരിയൻസ് സൈക്കോളജിക്കൽ പെയിൻ, we are inclined to consider this as an indicative of abnormality. നിങ്ങളൊരു സൈക്കോളജിക്കലി പെയിൻ ആണെന്ന് ഫീൽ ചെയ്യാം. ചിലപ്പോൾ അത് റിലേഷൻഷിപ്പ് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ തന്നെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. എന്തോ ഒരു കാരണം കൊണ്ട് നിങ്ങളൊരു സൈക്കോളജിക്കൽ പെയിൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ യു ആർ ആൻ ഇൻഡിക്കേറ്റീവ്, അല്ലെങ്കിൽ അതൊരു അബ്നോർമാലിറ്റിയുടെ ഇൻഡിക്കേറ്റീവ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. In many cases, it is neither a sufficient condition nor even a necessary condition to consider something as abnormal. അതായത് പല കാരണങ്ങൾ, കുറെ കാരണങ്ങൾ ഇതിനൊരു സഫിഷ്യന്റ് കണ്ടീഷൻ തന്നെയാണ്. വൾണറബിൾ ആണെങ്കിൽ അതൊരു സഫിഷ്യന്റ് കണ്ടീഷൻ തന്നെയാണ്. അവിടെ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്, എല്ലാവർക്കും മാനസിക രോഗം ഡെവലപ്പ് ആവില്ല. വൾണറബിലിറ്റി വലിയൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അല്ലെങ്കിൽ വൾണറബിലിറ്റി ഉണ്ടായിരിക്കണം ഒരു മാനസിക രോഗം ഡെവലപ്പ് ആവാൻ. അതുകൊണ്ടാണ് അത് സഫിഷ്യന്റ് അല്ലെങ്കിൽ നെസസറി കണ്ടീഷൻ എന്നുള്ളത് പറയുന്നത്. അതായത് വൾണറബിലിറ്റി, അതായത് ചെറുപ്പത്തിൽ എന്തെങ്കിലും അനുഭവിച്ച കാരണങ്ങൾ, അല്ലെങ്കിൽ ചെറുപ്പം മുതലേ നമ്മൾ എന്തെങ്കിലും രീതിയിൽ അല്ലേ സൈക്കോളജിക്കലി പ്രോൺ എന്നൊക്കെ നമ്മൾ പറയും. അതായത് ഈ ആൾക്ക് എന്തായാലും മാനസിക രോഗം ഡെവലപ്പ് ആവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് വൾണറബിൾ വിഭാഗം. വൾണറബിലിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറുപ്പത്തിൽ എന്തെങ്കിലും ട്രോമ അനുഭവപ്പെടുക, പാരന്റ്സിന് നഷ്ടമാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും അബ്യൂസ്, ഫിസിക്കൽ, മെന്റൽ ഓർ സെക്ഷൽ അബ്യൂസ് ഉണ്ടാവുക, അല്ലെങ്കിൽ പാരന്റ്സ് ഭയങ്കര വഴക്കുറക്കാണോ, അല്ലെങ്കിൽ കുട്ടി ആരുടെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള വിഷമങ്ങളൊക്കെ അനുഭവിക്കുകയാണെങ്കിൽ ആ കുട്ടി വൾണറബിൾ ആണ്. ഈ വൾണറബിലിറ്റി ഉള്ളവർ ശരിക്കും ശ്രദ്ധിക്കണം ഈ സബ്ജക്റ്റീവ് ഡിസ്ട്രെസ്. അതായത് സബ്ജക്റ്റീവ് ഡിസ്ട്രെസ് എനിക്കൊരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നണം, എന്നാൽ മാത്രമാണ് അത് അബ്നോർമാലിറ്റിയുടെ ഒരു ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ അബ്നോർമാലിറ്റി ആയിട്ട് അത് മാറും. അപ്പോൾ എനിക്ക് സൈക്കോളജിക്കലി ഭയങ്കര പെയിൻ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് എൻ ഇൻഡിക്കേറ്റർ. സോ അതൊരു വളരെ നെസസറി ആയിട്ടുള്ള ഒരു കോഴ്സാണ് എന്ത്
സബ്ജക്റ്റീവ് ഡിസ്ട്രസ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പെയിൻ. രണ്ടാമത് മാൽ അഡാപ്റ്റീവ്നെസ്. അഡാപ്റ്റീവ്നെസ്സിന് ഓപ്പോസിറ്റീവ് ആണ് മാൽ അഡാപ്റ്റീവ്നെസ്. Maladaptive behavior is often an indicator of abnormality. Maladaptive behavior will interfere with our well-being and with our ability to enjoy our work and our relation. കേട്ടോ, മാലഡാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ അഡാപ്റ്റീവ് ആയിട്ടുള്ള, നമുക്ക് എന്താണ് അഡാപ്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു സ്ട്രെസ് വന്നു, ഒന്ന് യോഗ ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ബ്രേക്ക് എടുക്കുക, ഇതൊക്കെ അഡാപ്റ്റീവ് ആണ്. ഒരു സ്ട്രെസ് വന്നാൽ നമ്മൾ നേരെ പോകുന്നത് കള്ളുകൂടിയിലേക്കോ അല്ലെങ്കിൽ ഡ്രഗിലേക്കോ ആണ്, അതൊരു മാലഡാപ്റ്റീവ് ആണ്. അതായത് മാലഡാപ്റ്റീവ് ബിഹേവിയർ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ വെൽബീങ്ങിനെ എന്ത് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ ജോലിയോ റിലേഷൻഷിപ്പോ ഒന്നും മാലഡാപ്റ്റീവ്നെസ് കാരണം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ബട്ട് നോട്ട് ഓൾ ഡിസോർഡേഴ്സ് ഇൻവോൾവ് മാലഡാപ്റ്റീവ്. പക്ഷെ എല്ലാത്തിലും മാലഡാപ്റ്റീവ് ബിഹേവിയർ ഉണ്ടാവണം എന്നില്ല. അതായത് മാലഡാപ്റ്റീവ്നെസ്, അതായത് സാധാരണ അഡാപ്റ്റ് ആവുന്ന രീതിയിലല്ല നമ്മൾ അഡാപ്റ്റ് ആവുന്നതെങ്കിൽ അതാണ് മാലഡാപ്റ്റീവ്നെസ്. സോ മാലഡാപ്റ്റീവ്നെസ് ഇസ് ആൻ ഇൻഡിക്കേറ്റർ. പക്ഷെ എല്ലാ രോഗത്തിലും മാലഡാപ്റ്റീവ്നെസ് വരണമെന്ന് നിർബന്ധം ഇല്ല. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇപ്പൊ ദേഷ്യം വന്ന അയാള് വീട്ടിലെ സാധനങ്ങളൊക്കെ തല്ലി പൊട്ടിക്കുന്നു പറയുന്നത് മാലഡാപ്റ്റീവ്നെസ് ആണ്. മാലഡാപ്റ്റീവ്നെസ് ആണ്. പക്ഷെ എല്ലാ ദേഷ്യത്തിലും മാലഡാപ്റ്റീവ്നെസ് വരണമെന്ന് നിർബന്ധവും. പറഞ്ഞു ഓക്കെ ആണോ എന്ന്? രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ പറഞ്ഞു, സബ്ജക്റ്റീവ് ഡിസ്ട്രസും മാലഡാപ്റ്റീവ്നെസ്സും. രണ്ട്, അതായത് അബ്നോർമാലിറ്റി ആണെന്ന് പറയാനുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ്. രണ്ടും ഓക്കെ ആണോ എന്ന് പറഞ്ഞേ, എല്ലാരും ഒന്ന് പറഞ്ഞേ. ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ ഡീവിയേഷൻ, അതായത് 100 ആളുണ്ടെങ്കിൽ 80 ആളും ചെയ്യുന്ന ഒരു പ്രവൃത്തി സ്റ്റാറ്റിസ്റ്റിക്കലി കറക്റ്റ് ആണ്. ഈ 20 ആളിൽ 10 ആള് ചെയ്യുന്നതായിരിക്കും സ്റ്റാറ്റിസ്റ്റിക്കലി ഡീവിയന്റ് ചെയ്ത്, അതായത് സ്റ്റാറ്റിസ്റ്റിക്കലി ഡീവിയന്റ് ചെയ്ത് കിടക്കുന്ന കാര്യം എപ്പോഴെന്താണ്, abnormality ആണ്. നോക്കിയേ, the word abnormal literally means away from the normal. Abnormal എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നോർമൽ നിന്ന് വ്യതിചലിച്ചിരിക്കുക. This tells us that in defining abnormality, we make value judgment. If something is statistically rare and undesirable, we are more likely to consider it abnormal than something that is statistically rare and highly desirable. ശ്രദ്ധിക്കണേ, ശരിക്കും ശ്രദ്ധിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവിയൻസ്, ഇപ്പൊ കോഴിക്കോട് കടപ്പുറത്ത് ബിക്കിനി ഇട്ട ഒരു പെൺകുട്ടി ഇരിക്കുകയാണ്, ഒരു മലയാളി പെൺകുട്ടി ബിക്കിനി ഇട്ട് ഇരിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഒരു സാധാരണ പെൺകുട്ടി ഇരിക്കുകയാണെങ്കിൽ അവരത് അബ്നോർമൽ ആയിട്ടേ കണക്കാക്കുള്ളൂ. ബിക്കോസ് എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്കലി റെയറും ആണ്, ആർക്കും ഡിസൈറബിൾ അല്ല. ഇനി നോക്കിക്കേ, കോഴിക്കോട് കടപ്പുറത്ത് ബിക്കിനി ഇട്ടിട്ട് ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്, പക്ഷെ അതൊരു പ്ലേ ബോയ് മാഗസീനിലെയോ അല്ലെങ്കിൽ അങ്ങനെ പോൺ വീഡിയോസിലോ അല്ലെങ്കിൽ അങ്ങനത്തെ അഡൽസോളി പടങ്ങളായി അഭിനയിക്കുന്ന ഒരു നടിയാണ്, മലയാളി നടിയാണ്, പക്ഷെ അങ്ങനെ അഭിനയിക്കുന്ന ഒരു നടിയാണ്. അവരാണ് കോഴിക്കോട് ബീച്ചിൽ ബിക്കിനി ഇട്ടിരിക്കുന്നതെങ്കിൽ അതെന്താണ്, അബ്നോർമാലിറ്റി ആയിട്ട് കണക്കാക്കില്ല. ബിക്കോസ് അത് സ്റ്റാറ്റിസ്റ്റിക്കലി റെയർ ആണെങ്കിലും ഡിസൈറബിൾ ആണ്. സോ അവരുടെ ജോലി അതാണ്, അവരുടെ പോൺ വീഡിയോ ആക്ടേഴ്സ് ആണ്. സോ അവർക്ക് അത് പറ്റും, അൺഡിസൈറബിൾ അല്ല. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കലി റെയറും അൺഡിസൈറബിളും ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ എന്തായിട്ട് കണക്കാക്കും, അബ്നോർമൽ ആയിട്ട് കണക്കാക്കും. എന്തിനേക്കാളും, സ്റ്റാറ്റിസ്റ്റിക്കലി റെയർ ആൻഡ് ഡിസൈറബിളിനെക്കാളും. ഓക്കെ ആണോ? പറഞ്ഞേ ഓക്കെ ആണോ എന്ന്? ഓക്കെ ആണോ? വെരി ഗുഡ്. ഇനി അഞ്ചാമത്തെ ഇൻഡിക്കേറ്റർ ആണ് വയലേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിക്ക് കുറെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ കുറെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അല്ലെ. നമുക്ക് പിന്നെ എന്താണ്, സൊസൈറ്റി ആയിട്ട് ഉണ്ടാക്കിയ കുറെ റൂൾസും കാര്യങ്ങളുണ്ടാവും. അത് വയലേറ്റ് ചെയ്യുന്നത്, ഇപ്പം അന്യന്റെ വീട്ടിൽ കടക്കാൻ പറ്റൂല, അതൊക്കെ സൊസൈറ്റി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അത് വയലേറ്റ് ചെയ്യുന്നത് അതും നമ്മുടെ സമ്മതമാണ്. നമ്മളെ റൂമിലേക്ക് കയറി വരാണ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് കയറി വരാണ്, നമ്മളെ ചുമ്മാ അടിക്കാൻ വരികയാണ്, നമ്മളെ കയറി പിടിക്കാൻ വരികയാണ്, അതൊക്കെ സ്റ്റാൻഡേർഡ്സ് ഓഫ് സൊസൈറ്റി ആണ്. അതൊന്നും പാടില്ല. When people fail to follow the conventional social and moral rules of cultural group, we may consider their behavior as abnormal. ഒരു സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ഗ്രൂപ്പിന് അവരുടേതായിട്ടുള്ള കുറച്ച് മോറൽ റൂൾസ് ഉണ്ട്, സോഷ്യൽ റൂൾസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തായിട്ട് കണക്കാക്കും, അബ്നോർമൽ ആയിട്ട് കണക്കാക്കും. Behavior is most likely to be viewed as abnormal when it violates the standards of society and the statistically deviant പറയാം. ഏറ്റവും കൂടുതൽ അബ്നോർമാലിറ്റി ആണെന്നുള്ളത് നമ്മൾ പറയാം. ഇപ്പം
ഇപ്പോഴും LGBTIQ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ മാനസിക രോഗികളാണ് നമ്മൾ അല്ലെങ്കിൽ സമൂഹം പറയുന്നത് എന്തുകൊണ്ടാണ്? ആണ് പെണ്ണ് ഇത് മാത്രമേ സമൂഹത്തിലുള്ളൂ. അപ്പൊ അതിനപ്പുറത്തോട്ടൊന്ന് പോകുമ്പോഴാണ് അവര് അത് മാനസിക രോഗമായിട്ട് കണക്കാക്കുന്നത്. സോ വയലേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് റൂൾസ് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ റൂൾസ് വയലേറ്റ് ചെയ്യുന്നതും സ്റ്റാറ്റിസ്റ്റിക്കലി ഡിവിയന്റ് ആയിട്ട് കിടക്കുന്നതാണ് ഏറ്റവും കൂടുതൽ അബ്നോർമൽ ആയിട്ട് നമ്മൾ കണക്കാക്കുക. അതായത് ഒരു സമൂഹത്തിന് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അത് വയലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കലി റെയർ ആയിട്ട് നിൽക്കുന്ന ഒരു കേസാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അബ്നോർമൽ ആയിട്ട് പറയാം. അപ്പൊ മനസ്സിലായോ വയലേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് സൊസൈറ്റി എന്താണെന്നുള്ളത്? അടുത്താണ് സോഷ്യൽ ഡിസ്കംഫർട്ട്. അടുത്തെന്താണ്? സോഷ്യൽ ഡിസ്കംഫർട്ട്. Social discomfort is another potential way that we can recognize abnormality, but again it depends on circumstances. സോഷ്യലി നമുക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാവുന്നുണ്ട്. അതായത് ചില പ്രായങ്ങൾക്ക് കല്യാണത്തിന് പോവുക അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോവുക, ഇതൊക്കെ നമുക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? അബ്നോർമാലിറ്റിയാണ്. പക്ഷേ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ സർക്കംസ്റ്റൻസസ്. ഫോർ എക്സാമ്പിൾ പറയാണ്, ഇപ്പൊ മുണ്ടക്കൈയിലൊക്കെ അവിടെ ബോഡി കിടന്ന പലർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ള പലർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും അബ്നോർമാലിറ്റി അല്ല. അങ്ങനെ ചിന്തിച്ചിതിരെ ബോഡി കാണാന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു സാധനം തന്നെയാണ്. സോ അത് സർക്കംസ്റ്റൻസിനനുസരിച്ചിട്ടാണ് പറയാം. അതായത് സൊസൈറ്റിയിൽ നമുക്ക് പോകുമ്പോൾ ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് അബ്നോർമാലിറ്റി ആണ്. പക്ഷെ അത് സർക്കംസ്റ്റൻസിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതാണ് സോഷ്യൽ ഡിസ്കംഫർട്ട്. ആറാമത്തെ അബ്നോർമാലിറ്റിയുടെ ഇൻഡിക്കേറ്റർ ആണ് irrationality or unpredictability. Okay, if a person sitting next to you suddenly began to scream and yell obscenities at nothing, that behavior is abnormal. പെട്ടെന്നുള്ള ഒരാൾ നമ്മളടുത്ത് നല്ലോണം പെട്ടെന്ന് ആൾ ആർത്ത് വിളിച്ച് ഓടുകയാണ്, ഓഫ്കോഴ്സ് അത് അബ്നോർമാലിറ്റി ആണ്. It would be unpredictable. ഒരിക്കലും predict ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. And it would make no sense to you. ഒരു സെൻസ് ഇല്ല. പെട്ടെന്ന് ഒരാളെ ഈടിയിടുന്നതിന് നമ്മളെ ഹോമിക്ക് പിടിക്കാൻ വരുന്നു. The disordered speech and disorganized behavior of patient with schizophrenia are often irrational. Main ആയിട്ട് schizophrenia ആണ് ഡിസോർഗനൈസ്ഡ് ബിഹേവിയർ, like സ്പീച്ച്, ഇറാഷണാലിറ്റി പറയാം. ഇതൊക്കെ അബ്നോർമാലിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. Perhaps the most important factor, however, is our evaluation of whether the person can control his or her behavior. നമ്മൾ ആകെ നോക്കാതെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനകത്ത് എന്താണ്? ആള് ഡിസ്റ്റോർട്ടഡ് ആണ്, അല്ലെങ്കിൽ ആള് അബ്നോർമൽ ആണ് എന്നാണ്. അതായത് നമ്മൾ ഇരിക്കുന്ന ആള് ഭയങ്കര റാഷണൽ ആയിട്ട് പെരുമാറാണ്, അല്ലെങ്കിൽ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ട് നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പെരുമാറാണെങ്കിൽ ഓഫ്കോഴ്സ് അതെന്താണ്? അബ്നോർമാലിറ്റിയുടെ ഇൻഡിക്കേറ്റർ ആണ്. Last but not the least, dangerousness. Someone who is in danger to him or herself or to another person must be psychologically abnormal. കൈ സ്വന്തമായിട്ട് വരയ്ക്കുക, അല്ലെങ്കിൽ ഹേർട്ട് ചെയ്യുക, അയാളെ തന്നെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുക, മറ്റൊരാളെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുക, മറ്റൊരാളോട് ക്രൂരത കാണിക്കുക. പിന്നെ നിങ്ങൾ വിചാരിക്കും ശാരീരികമാനമായിട്ട് മാത്രം ഉപദ്രവിക്കുന്നതാണ്. അല്ല, നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഒക്കെ മറ്റൊരാൾക്ക് ഡേഞ്ചറാണ്. ഇപ്പൊ ഈ അടുത്തൊക്കെ കേസസ് വരും, അമ്മായിമ്മമാര് നമ്മളെ കേൾക്കുമ്പോൾ വിചാരിക്കും ശാരീരികപരമായിട്ടുള്ള ഉപദ്രവമൊന്നുമില്ല, പക്ഷെ ഇവരുടെ മാനസികപരമായിട്ടുള്ള ഉപദ്രവം സഹിക്കാൻ പറ്റാതെ മരുമക്കൾക്ക് ആത്മഹത്യയുടെ വക്കീലെത്തുകയാണ്. അവരും ഡേഞ്ചറസ് ആണ്. ബിക്കോസ് പല കേസിലും അബ്നോർമൽ. നമ്മൾ എന്താണ് വിചാരിക്കും? ഈ അമ്മായിമ്മ പോരൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും അതൊക്കെ സർവ്വസാധാരണമല്ലേ, അതൊക്കെ എല്ലാവരും. അല്ല, നല്ല രീതിയിൽ മാനസിക പ്രശ്നമുള്ള അമ്മായിമ്മമാരൊക്കെ ഉണ്ട്. അവർക്കോ ചുറ്റുമുള്ളവർക്കോ എന്തൊക്കെയാവാം, ആരും അവർക്കോ ഒന്നുകിൽ അവർക്ക് തന്നെ പ്രശ്നം ഉണ്ടാക്കാൻ ചുറ്റുമുള്ളവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊരു അബ്നോർമാലിറ്റി. പറഞ്ഞു വന്നത് അബ്നോർമാലിറ്റിയുടെ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. എന്തൊക്കെ കാരണം വെച്ചിട്ടാണ് നമ്മൾ ഒരാൾ അബ്നോർമാലിറ്റി ആണെന്ന് പറയാം, അല്ലെങ്കിൽ അബ്നോർമൽ ആണെന്ന് പറയാം. ഫസ്റ്റ് വൺ, സബ്ജക്റ്റീവ് ഡിസ്ട്രസ്. അയാൾ തന്നെത്താൻ തന്നെ സൈക്കോളജിക്കൽ പെയിൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അബ്നോർമാലിറ്റിയുടെ ഇൻഡിക്കേറ്റർ ആണ്. അയാൾ അബ്നോർമൽ ആവാം. രണ്ടാമത്തത് മാലഡാപ്റ്റീവ്നെസ്. അയാള് അഡാപ്റ്റീവ് അല്ലാത്ത ബിഹേവിയർ കാണിക്കുന്നുണ്ട്, കുടിയോ വലിയോ അല്ലെങ്കിൽ പിന്നെ സ്വയം ഉപദ്രവോ അഡാപ്റ്റീവ് അല്ലാത്ത ബിഹേവിയർ കാണിക്കുന്നുണ്ടെങ്കിൽ അത് അബ്നോർമൽ ആവാം. സ്റ്റാറ്റിസ്റ്റിക്കലി റെയർ ആയിട്ടുള്ള അൺഡിസൈറബിൾ, അതായത് ആരും ചെയ്യാത്ത അല്ലെങ്കിൽ ആർക്കും ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ അംഗീകരിക്കാത്ത കാര്യങ്ങളാണ് ആൾ ചെയ്യുന്നതെങ്കിൽ അത് എന്താണ്? അബ്നോർമാലിറ്റി ആവാം. സൊസൈറ്റിയുടെ റൂൾസ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ആള് തെറ്റിക്കുന്നുണ്ടെങ്കിൽ അത് അബ്നോർമാലിറ്റി ആവാം. അയാൾക്ക് സോഷ്യലി പോകാൻ ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ, വളരെയധികം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അബ്നോർമാലിറ്റി ആവാം. അയാൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഇറാഷണൽ ആയിട്ടുള്ള ഒരു ലോജിക്കില്ലാത്ത ഇറാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അത് അബ്നോർമാലിറ്റി ആവാം.
അയാൾക്കോ അയാളുടെ ചുറ്റുമുള്ളവർക്കോ ഡേഞ്ചറസ് ആണെങ്കിൽ അതും അബ്നോർമാലിറ്റി ആവാം. There are 7 indicators for abnormality. ഓക്കെ ആണോ? ഓക്കെ ആണോ? അമീന മാത്രമാണല്ലോ പറയുന്നത് ഓക്കെ ആണ് എന്ന് റുക്സാന പറഞ്ഞു. യെസ്, ഗുഡ് ഗുഡ് ഗുഡ്. ഇനിയാണ് ഹിസ്റ്ററി. അബ്നോർമൽ സൈക്കോളജിക്ക് ഒരു നീണ്ട ഹിസ്റ്ററി ഉണ്ട്. 3ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ആൻഷ്യൻ വേൾഡ് ഉണ്ട്, മിഡിൽ ഏജസ് ഉണ്ട്, 16th to 18th സെഞ്ചുറി ഉണ്ട്, പിന്നെ നമ്മുടെ 19th സെഞ്ചുറി ആൻഡ് ഏർലി 20th സെഞ്ചുറി. ഇപ്പത്തെ നിൽക്കുന്നത് 20th സെഞ്ചുറിയാണ്. എന്നാലും ഒരു 4 സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ എനിക്ക് പറയുന്നത്. എന്തോ ഓക്കെ, അപ്പൊ ആദ്യം ആൻഷ്യൻ വേൾഡ് ആണ്. പണ്ട് ഹിപ്പോക്രേറ്റ്സ് ആണ് ആദ്യം പിന്നെ ഹിപ്പോക്രേറ്റ്സിന് മുന്നേ വിചാരിച്ചുകൊണ്ടിരുന്നത് ഭൂതപ്രേത പിശാചുകളുടെ കടന്നാക്രമണം കൊണ്ടാണ് നമുക്ക് മാനസിക രോഗം വരുന്നതെന്നാണ്. റിച്വൽസ് അല്ലെങ്കിൽ ഗുഡ് സ്പീച്ച് ആണ് പറയുന്നെങ്കിൽ ദൈവം കയറിയതാണ്, പിന്നെ തെറ്റായിട്ടാണ് കാണിക്കുന്നെങ്കിൽ ഈവിൾ പിശാജ് കയറിയതാണ് എന്ന് പറയും. പണ്ട് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ കേട്ടോ. പണ്ട് ഈ പിന്നെ ഭൂതപ്രേത പിശാചുകൾ കാരണമാണ് മാനസിക വിശ്വസിച്ച കാലത്ത് ചെയ്തിരുന്ന ചികിത്സാ രീതിയുടെ പേരാണ് ട്രിഫിനിങ്. ഈ ട്രിഫിനിങ് ചെയ്യുന്ന ആളുടെ പേരാണ് ഷോമാൻ. ട്രിഫിനിങ്ങിൽ എന്താ കഴിഞ്ഞാല് ഉളി വെച്ച് തലയോട്ടിയുടെ ഒരു ഭാഗം ചെത്തി ഒഴിവാക്കാം, വട്ടത്തില് എത്തി ഒഴിവാക്കുന്നതിനെയാണ് ട്രിഫിനിങ് എന്ന് പറയുന്നത്. ഈ ട്രിഫിനിങ് ചെയ്യുന്നതിനാണ് അതിലൂടെ പിശാച് പുറത്തേക്ക് പോകുന്നതായിട്ട് അത് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. യെസ്, നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം, ആൾ തട്ടിപ്പോലെ പോയിരിക്കാം. ഇനി ഈ ഉളി വെച്ച് ചെത്തി ഒഴിവാക്കുന്ന ആളെ വിളിച്ച പേരാണ് ഷോമാൻ. അവിടെയാണ് ഹിപ്പോക്രേറ്റ്സ് ഒക്കെ കടന്നു വരുന്നത്. ഹിപ്പോക്രേറ്റ്സ് ആരാണ്? ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ ആണ്. ആരാണ് ഹിപ്പോക്രേറ്റ്സ്? ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ. അതായത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ശരീരത്തിൽ 4 ഹ്യൂമേഴ്സ് ഉണ്ട്, 4 എന്തുണ്ട്, ലിക്വിഡ്സ് ഉണ്ട് അല്ലെങ്കിൽ ഹ്യൂമേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? യെല്ലോ ബൈല്, ബ്ലാക്ക് ബൈല്, ഫ്ലം, ബ്ലഡ്. ഈ 4 വ്യതിയാനം മൂലമാണ് നമുക്ക് മാനസിക രോഗം വരുന്നതെന്നും ശാരീരിക രോഗം വരുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. A Greek physician who believed that mental disease was result of natural cause and brain pathology rather than demonology. പിശാച് കാരണമല്ല, ബ്രെയിന്റെ പത്തോളജിയോ അല്ലെങ്കിൽ നാച്ചുറൽ കോഴ്സസ്, അതായത് 4 ഹ്യൂമറിന്റെ വ്യതിയാനം കൊണ്ടൊക്കെയാണ് നമുക്ക് മാനസിക രോഗം വരുന്നത്, അല്ലാതെ ഡീമണോളജി കാരണമല്ല. പ്ലാറ്റോയിലേക്ക് വരാണെങ്കിൽ പ്ലാറ്റോ ഒരു ഗ്രീക്ക് ഫിലോസഫർ ആണ്. who believed that mental patients should be treated humanly and should not be held responsible for their action. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്ലാറ്റോ പറഞ്ഞത്. പ്ലാറ്റോ എന്താ പറഞ്ഞത്? മാനസിക രോഗികളോട് നിങ്ങൾ മനുഷ്യത്വപരമായിട്ട് പെരുമാറണം. അവരൊരിക്കലും അറിഞ്ഞുകൊണ്ടല്ല അവരുടെ പ്രവർത്തികൾ. ഞാനിപ്പോ ഇവിടെ നമ്മുടെ ഇന്റേൺഷിപ്പിന് ചെയ്യുന്ന സമയത്ത് 3 days 4 days ഒക്കെ മാനസ് മെന്റൽ ഹോസ്പിറ്റലിൽ നമ്മൾ ഡ്യൂട്ടിക്ക് ഇടാറുണ്ട്. നമ്മൾ കൊണ്ടുപോകുമ്പോഴേ പറയും, അവർ ചിലപ്പോൾ നിങ്ങളെ തൊടാൻ വരാം, അല്ലെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കാം, അപ്പൊ നിങ്ങൾ ഡിസ്കംഫർട്ട് ആവരുത്. ബിക്കോസ് നമ്മളും കൂടി അവരെ മനസ്സിലാക്കില്ല, പിന്നെ ആര് മനസ്സിലാക്കാനാ? ഒരിക്കലും ഒരു മാനസിക രോഗി അറിഞ്ഞുകൊണ്ടല്ല, അയാൾക്ക് ഇൻസൈറ്റ് ഇല്ല. ഒരു മാനസിക രോഗി ചിലപ്പം ഉടുപ്പ് അയച്ച് കാണിക്കും, അയാൾക്ക് അറിയില്ല അത് ചെയ്യാൻ പറ്റാത്തതാണെന്ന് അറിയെങ്കിൽ അയാളെ മാനസിക രോഗി എന്ന് ആരും വിളിക്കോ? ഇല്ല. സോ പ്ലാറ്റോ അന്നേ പറഞ്ഞിട്ടുണ്ട്, മെന്റൽ പേഷ്യൻസിനെ ഹ്യൂമൻലി മനുഷ്യത്വപരമായിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവരല്ല റെസ്പോൺസിബിൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്തതാണ് അരിസ്റ്റോട്ടിൽ, ഗ്രീക്ക് ഫിലോസഫർ ആണ് ആൻഡ് പ്യൂപ്പിൾ ഓഫ് പ്ലാറ്റോ. പ്ലാറ്റോയുടെ സ്റ്റുഡന്റ് ആണ്. who believed in Hippocratic theory that various agents or humors within the body when imbalanced were responsible for mental disorders. Aristotle rejected the notion of psychological factors as a cause of mental disorder. അദ്ദേഹം അരിസ്റ്റോട്ടില് പ്ലാറ്റോയുടെ സ്റ്റുഡന്റ് ആണ്. അദ്ദേഹം വിചാരിച്ചുകൊണ്ടിരുന്നത് ഹിപ്പോക്രേറ്റ്സിനെ പോലെ നമ്മുടെ ശരീരത്തിലുള്ള വേരിയസ് ഏജന്റ്സ് അല്ലെങ്കിൽ ഹ്യൂമേഴ്സ് ആണ് നമ്മുടെ മാനസിക രോഗത്തിന് കാരണം. അത് ഇംബാലൻസ് ആവുമ്പോഴാണ് നമുക്ക് മാനസിക പ്രശ്നങ്ങൾ വരുന്നത് എന്നൊക്കെയാണ്. സൈക്കോളജിക്കൽ കാരണം കൊണ്ടൊന്നല്ല എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഇനി 4ാമത്തെ ആള് ഗാലൻ ആണ്, ഗ്രീക്ക് ഫിസിഷ്യൻ ആണ്. who contributed much to our understanding of the nervous system. നെർവസ് സിസ്റ്റത്തെ പറ്റി ഒത്തിരി പഠിച്ചിട്ടുള്ള ഒരാളാണ്. അന്തകാലത്തെ AD 130-200 കാലഘട്ടത്തിലാട്ടോ നെർവസ് സിസ്റ്റത്തിനെ പറ്റി പഠിച്ച ആളാണ്. ഗാലൻ ഡിവൈഡ് ദ കോഴ്സ് ഓഫ് മെന്റൽ ഡിസോർഡർ ഇൻടു ഫിസിക്കൽ ആൻഡ് മെന്റൽ കാറ്റഗറീസ്. അതായത് അദ്ദേഹം പറഞ്ഞു,
ശാരീരിക രോഗം കൊണ്ടും മാനസിക രോഗം വരാം, മാനസിക രോഗം കൊണ്ടും മാനസിക രോഗം വരാം. മാനസിക പ്രശ്നം കൊണ്ട് പറഞ്ഞുതരാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. ഒരാൾക്ക് ക്യാൻസർ വന്നാൽ ചിലപ്പോൾ ഡിപ്രഷൻ വരാം. അതെന്താണ്? ശരീരത്തിന്റെ പ്രശ്നം കാരണം മനസ്സിന് പ്രശ്നം ഉണ്ടായി. ഒരാൾക്ക് ഹസ്ബൻഡുമായിട്ട് ഭയങ്കര പ്രശ്നമാണ്, അത് മാനസിക പ്രശ്നമാണ്, അത് കാരണവും നമുക്ക് ഡിപ്രഷൻ വരാം. കണ്ടോ? അപ്പൊ ഫിസിക്കൽ കാരണം കൊണ്ടും മെന്റൽ ഡിസോർഡർ വരാം, മെന്റൽ കാരണം കൊണ്ടും മെന്റൽ ഡിസോർഡർ വരാമെന്ന് അന്ധകാലത്ത് കാറ്റഗറി ചെയ്ത ഒരാളാണ് ഗാലൻ. അപ്പൊ നമുക്ക് ആൻഷ്യന്റ് പീരിയഡിൽ 4 പേരെയാണ് അബ്നോർമൽ സൈക്കോളജിയുടെ കാര്യത്തിൽ എടുത്തു പറയാനുള്ളത്. ഒന്ന് നമ്മുടെ എന്താണ് ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ ആയിട്ടുള്ള ഹിപ്പോക്രേറ്റ്സ്, രണ്ടാമത്തത് പ്ലാറ്റോ, മൂന്നാമത് അരിസ്റ്റോട്ടിൽ, നാലാമത്തത് ഗാലൻ. ഓക്കെ ആണോ? പറഞ്ഞേ ഓക്കെ ആണോ എന്ന്? ഓക്കെ ആണോ? ആരും മിണ്ടുന്നില്ലല്ലോ. അടുത്താണ് മിഡിൽ ഏജസ്. മിഡിൽ ഏജസ്. Avicenna, an ancient Persian physician, who promoted principles of humane treatment for mentally disturbed at a time when Western approaches of mental illness were inhuman. Avicenna, പിന്നെ നമ്മുടെ പേർഷ്യൻ പ്രിൻസ് ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്ന ആളാട്ടോ. അദ്ദേഹം ആൻഷ്യന്റ് പേർഷ്യൻ ഫിസിഷ്യൻ ആയിരുന്നു, പേർഷ്യയിലുള്ള ഡോക്ടറായിരുന്നു. അദ്ദേഹമാണ് ഹ്യൂമൻലി ട്രീറ്റ് ചെയ്യാൻ, മാനസിക രോഗമുള്ളവരെ മനുഷ്യത്വപരമായിട്ട് ട്രീറ്റ് ചെയ്യാൻ ആദ്യമായിട്ട് പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നത് പ്രൊമോട്ട് ചെയ്തൊക്കെ ആവിസേനയാണ്. അവിടെ വെസ്റ്റേൺ അപ്രോച്ചസ് അന്ന് അസൈലൻസ് ആണ് ബാങ്ക് വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിസേന അന്നൊക്കെ അസൈലൻസ് ആണ്, അതായത് മാനസിക രോഗാശുപത്രി അല്ലെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിനെ വിളിച്ച്, മെന്റൽ ഹോസ്പിറ്റൽ അസൈലൻസ് ആണ്. അവിടെ ഇങ്ങനെ ചങ്ങനക്കൊക്കെ പൂട്ടിയിട്ട് ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ ഒരു റൂമിൽ അടച്ചിടുകയാണ്. അവർക്ക് വെള്ളം ഉണ്ടാവില്ല, പിന്നെ ബാത്റൂം പോകാനൊക്കെ അവിടെ തന്നെ അവര് ചെയ്യലാണ്, ഇരുട്ടറകളായിരിക്കും. അങ്ങനെയായിരുന്നു വെസ്റ്റേൺ അപ്രോച്ച്. അവിടെ ഒരു ഇൻഹ്യൂമൈൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, ഹ്യൂമൻ ട്രീറ്റ്മെന്റ് പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്ന ആളാണ് അവിസേന. ഇനി ഹിൽഡേഗാർഡിലേക്ക് വരികയാണെങ്കിൽ റിമാർക്കബിൾ വുമൺ ആണ്, നോൺ ആസ് സിബിൽ ഓഫ് റൈൻ ആണ്. ഓർത്ത് വെച്ചിട്ടോ, സിബിൽ ഓഫ് റൈൻ എന്നറിയപ്പെടുന്നത് ഹിൽഡേഗാർഡ് ആണ്. who used curative powers of natural object for healings and wrote
treatise about natural history and medicine use of plants. The natural സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡേഴ്സിനെ ട്രീറ്റ് ചെയ്ത ഒരാളാണ്. അതായത് പച്ചമരുന്നുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഹിൽഡേഗാർഡ്, പുള്ളിക്കാരി അറിയപ്പെടുന്നത് സിവിൽ ഓഫ് റൈൻ ആയിട്ടാണ്. അതിനെപ്പറ്റി ആർട്ടിക്കിൾ ഒക്കെ എഴുതിയിട്ടുള്ള ഒരാൾ. ഇവർ രണ്ടുപേരാണ് മിഡിൽ ഏജിൽ അബ്നോർമൽ സൈക്കോളജിയിൽ പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുന്നത്. കമ്മിങ് ടു 16th and 18th സെഞ്ചുറിയിൽ ഫസ്റ്റ് വൺ പാരാസിലസ് ആണ്. ഒരു സ്വിസ് ഫിസിഷ്യൻ ആണ് ഹു റിജക്റ്റഡ് ഡീമണോളജി ആസ് എ കോഴ്സ് ഓഫ് അബ്നോർമൽ ബിഹേവിയർ. പാരാക്ലീസിസ് ബിലീവ് ഇൻ സൈക്കിക് കോഴ്സസ് ഓഫ് മെന്റൽ ഡിസോർഡർ. അപ്പൊ 16th സെഞ്ചുറിക്ക് എത്തുമ്പോൾ വീണ്ടും പിശാച് കാരണമാണ് മാനസിക രോഗം ഉണ്ടാവുന്നതെന്നൊക്കെ വന്നു. ആ രീതിയിലൊക്കെ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ ചർച്ചിലൊക്കെ ആയിരുന്നു ട്രീറ്റ്മെന്റ് കൊടുക്കുക. അന്ത കാലഘട്ടത്തിലും ഈ പാരാസെൽസിസ് ഒക്കെ പറഞ്ഞു അങ്ങനെ ഡീമണോളജി കാരണമൊന്നുമല്ല, സൈക്കിക് കോസ് കാരണമാണ് മെന്റൽ ഡിസോർഡർ ഉണ്ടാവുന്നത്. ഇനി തെരേസ ഓഫ് അവീല ഉണ്ട്. അദ്ദേഹം ഒരു സ്പാനിഷ് നണ്ണാണ്. നൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കന്യാസ്ത്രീ ആയിരുന്നു. സിൻസ് കാനോണൈസ്ഡ് ഹു ആർഗ്യൂഡ് ദാറ്റ് മെന്റൽ ഡിസോർഡർ വാസ് ആൻ ഇൽനെസ് ഓഫ് മൈൻഡ്. മൈൻഡിന്റെ മാനസിക രോഗം അല്ലെങ്കിൽ മൈൻഡിന്റെ സുക്കേടാണ് എന്താ നമ്മുടെ മെന്റൽ ഡിസോർഡർ എന്ന് പറഞ്ഞ ആളാണ് തെരേസ ഓഫ് അവീല. ഇനി ജോഹനാൻ വെയ്നർ ഉണ്ട്, ഒരു ജർമ്മൻ ഫിസിഷ്യൻ ആണ് ഹു ആർഗ്യൂഡ് അഗെയിൻസ്റ്റ് ഡീമണോളജി ആൻഡ് വാസ് ostracized by his peers and the church for his progressive views. കണ്ടോ, പണ്ട് ഞാൻ പറഞ്ഞല്ലോ ചേർച്ചിലായിരുന്നു മാനസിക രോഗത്തിന് പ്രീസ്റ്റ് ആയിരുന്നു അന്നത് ചികിത്സ കൊടുത്ത ആള്, ചേർച്ച് ആയിരുന്നു അതിനുള്ള സ്ഥലം. അവിടെ ജോഹനാൻ വെയ്നർ ഒരു ജർമ്മൻ ഫിസിഷ്യൻ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു ഡീമണോളജി കാരണമല്ല, അത് കാരണം അദ്ദേഹത്തിന്റെ കൂട്ടുകാരും അതുപോലെ തന്നെ ചേർച്ചിൽ നിന്നൊക്കെ തള്ളി പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രോഗ്രസീവ് വ്യൂസ് കാണും. ഇനി റോബർട്ട് ബർട്ടൺ ഉണ്ട്. അദ്ദേഹം ഒരു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സ്കോളർ ആയിരുന്നു. ഹു റോട്ട് എ ക്ലാസിക് ഇൻഫ്ലുവൻഷ്യൽ ട്രീറ്റീസ് ഓൺ ഡിപ്രഷൻ. ഡിപ്രഷനെ പറ്റി ആദ്യമായിട്ട് ഒരു ട്രീറ്റീസ് എഴുതിയ ആളാണ്. അനാട്ടമി ഓഫ് മെലൻകോളിയ എന്ന് 1621. പണ്ട് ഡിപ്രഷൻ അറിഞ്ഞിരുന്നത് മെലൻകോളിയ എന്ന പേരിലാണ്. ഞാൻ എൻട്രൻസ് ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റഡ് ആണ്. കണ്ടോ, റോബർട്ട് ബർട്ടൺ അദ്ദേഹം ഒരു ഓക്സ്ഫോർഡ് സ്കോളർ ആയിരുന്നു. ഡിപ്രഷനെ പറ്റി ട്രീറ്റീസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ട്രീറ്റീസിന്റെ പേര്? ദ അനാറ്റമി ഓഫ് മെലൻകോളിയ എന്നും പറഞ്ഞു. ഇനി അടുത്തത് വില്യം ട്യൂക്ക് ആണ്, ഒരു ഇംഗ്ലീഷ് ക്വേക്കർ ആണ് ഹു എസ്റ്റാബ്ലിഷ് ദ യോർക്ക് റിട്രീറ്റ് വേർ മെന്റൽ പേഷ്യൻസ് ലിവ് ഇൻ ഹ്യൂമെൻ സറൗണ്ടിങ്സ്. അദ്ദേഹം ഒരു യോർക്ക് റിട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മെന്റൽ ഹോസ്പിറ്റൽ പോലെ ഉണ്ടാക്കി. അവിടെ ഹ്യൂമൻ സറൗണ്ടിങ്ങിലായിരുന്നു, മനുഷ്യത്വപരമായിട്ടുള്ള സറൗണ്ടിങ്ങിലായിരുന്നു മാനസിക രോഗം കഴിഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എടുത്തു പറയുന്ന രണ്ട് പേരുകളാണ്. ഒന്ന് ഫിലിപ്പ് പൈനൽ. ഇത് രണ്ടും ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഫിലിപ്പ് പൈനൽ ഒരു ഫ്രഞ്ച് ഫിസിഷ്യൻ ആയിരുന്നു ഹു പോയിന്റഡ് ദ യൂസ് ഓഫ് മോറൽ മാനേജ്മെന്റ് ഇൻ ലാ ബ്രിട്ടിക്ക ആൻഡ് ലാ സെൽഫറേറ്റ് ഹോസ്പിറ്റൽസ് ഇൻ ഫ്രാൻസ് വെർ മെന്റൽ പേഷ്യൻസ് വർ ട്രീറ്റഡ് ഇൻ എ ഹ്യൂമൻ വേ. അതായത് മെന്റൽ ഹൈജീൻ മൂവ്മെന്റ് ഉണ്ട്, അത് കൊണ്ടുവന്നത് ഫിലിപ്പ് പൈനലും ബെഞ്ചമിൻ റഷ് ഒക്കെയാണ്. അതായത് അതുവരെ ഒരു ദാഷ്ട്യവും ഇല്ലാണ്ടാണ് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ രണ്ട് ഹോസ്പിറ്റൽ ഉണ്ട്, ലാ ബെസട്രി, ലാ സെൽഫട്രി. ഈ ഹോസ്പിറ്റൽ ഫ്രാൻസിലാണ്. അവിടെയൊക്കെ ഇൻഹ്യൂമൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, ഹ്യൂമൻ ആയിട്ട് അതായത് മനുഷ്യത്വമായിട്ട് ട്രീറ്റ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മെന്റൽ ഹൈജീൻ മൂവ്മെന്റ് വരെ കൊണ്ടുവന്ന ആളാണ് ഫിലിപ്പ് പൈനൽ ഒരാള്. രണ്ടാമത്തെ ബെഞ്ചമിൻ റഷ് ആണ്. അദ്ദേഹം an അമേരിക്കൻ ഫിസിഷ്യൻ ആണ് ആൻഡ് ദ ഫൗണ്ടർ ഓഫ് അമേരിക്കൻ സൈക്യാട്രി. നോട്ട് അമേരിക്കൻ സൈക്യാട്രിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള ആളാണ് ബെഞ്ചമിൻ റഷ്, ഹു യൂസ് മോറൽ മാനേജ്മെന്റ് ബേസ്ഡ് ഓൺ പൈനൽസ് ഹ്യൂമറ്റേറിയൻ മെത്തേഡ്. പൈനൽ ഹ്യൂമറ്റേറിയൻ മെത്തേഡ് കണ്ടുപിടിച്ചു. അതിന്റെ ബേസിൽ മോറൽ മാനേജ്മെന്റ്, മൊറാലിറ്റിയോടെ മെന്റൽ പേഷ്യൻസിനെ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു ടു ട്രീറ്റ് ദ മെന്റലി ഡിസ്റ്റർബ്ഡ്. 18ാം നൂറ്റാണ്ട് വരെ അബ്നോർമൽ സൈക്കോളജിയിലെ പ്രൊമിനന്റ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഇവരൊക്കെ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി കമ്മിങ് ടു 19th century and early 20th century. ഫസ്റ്റ് വൺ ഡൊറോത്തി ഡിക്സ് ആണ്. മെന്റൽ ഹെൽത്ത് ഹൈജീൻ മൂവ്മെന്റിന്റെ ഫൗണ്ടഡ് ആണ്. അമേരിക്കൻ ടീച്ചർ ഹു ഫൗണ്ടഡ് മെന്റൽ ഹൈജീൻ മൂവ്മെന്റ്. ക്വസ്റ്റ്യൻ എക്സ്പെക്ടഡ് ആട്ടോ. മെന്റൽ ഹൈജീൻ മൂവ്മെന്റ് തുടക്കട്ട പൈനലാണ്, പക്ഷെ അത് കൊണ്ടുവന്നത് ഡൊറോത്തി ഡിക്സ് ആണ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്, വിച്ച് ഫോക്കസ് ഓൺ ഫിസിക്കൽ വെൽബീങ് ഓഫ് മെന്റൽ പേഷ്യൻസ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ താമസിക്കുന്ന മെന്റൽ പേഷ്യന്റെ ഫിസിക്കൽ വെൽബീങ് കൂടെ നോക്കിയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു മെന്റൽ ഹൈജീൻ. പിന്നെ ക്ലിഫോർഡ് ബിയേഴ്സ്
an American who campaigned to change public attitude toward mental patient after his own experience in mental institution. അദ്ദേഹം മെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജീവിച്ച ഒരാളാണ്. പബ്ലിക്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെ എല്ലാ രോഗികളോടും നമുക്കൊരു സഹതാപം ഉണ്ട് അല്ലെ, പക്ഷെ മാനസിക രോഗികളോട് മാത്രം നമുക്ക് ഇപ്പോഴും ഒരു സഹതാപവും ഇല്ല. ക്ലിഫോർഡ് ബിയേഴ്സ് ശ്രമിച്ചത് അതിനാണ്, മാനസിക രോഗികളോട് മനുഷ്യത്വം ഉണ്ടാവാൻ, ആളുകളുടെ ഇടയിൽ ഒരു പബ്ലിക്കിന്റെ ആറ്റിറ്റ്യൂഡ് നന്നാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രാൻസ് ആന്റൺ മെസ്മർ, അദ്ദേഹം ഒരു ഓസ്ട്രിയൻ ഫിസിഷ്യൻ ആയിരുന്നു, who conducted early investigation of hypnosis as a medical treatment. ശരിക്കും ഒരു കള്ളനായിട്ടാട്ടോ അദ്ദേഹം അറിയപ്പെടുന്നത്. ഹിപ്നോട്ടിസം ഒരു ട്രീറ്റ്മെന്റ് ആണെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നാണ്. ശരിക്കും ഒരിക്കലും ഹിപ്നോട്ടിസം ഒരു ട്രീറ്റ്മെന്റ് അല്ല, ഒരിക്കലും മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡറിന്റെ ട്രീറ്റ്മെന്റ് അല്ല. അതായത് ഹിപ്നോട്ടിസം ഇസ് ആർട്ട്. നമ്മള് ഒരു എന്താ പറയാ, സജസ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരെ എടുത്ത് സജഷൻസ് കൊടുക്കുന്ന ഒരു ആർട്ടിസ്റ്റിക് സാധനമാണ്. അപ്പം എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ആണ് ഹിപ്നോട്ടിസം സൈക്കോളജിയിൽ ഉണ്ടോ എന്നുള്ളത്. അതൊരു തെറാപ്പി ആണെങ്കിൽ നമുക്ക് ആ ബുക്കിൽ പഠിക്കാൻ ഉണ്ടാവില്ലേ? നിങ്ങൾ എന്താണെന്ന് ആലോചിച്ചൊക്കെ, ഇഫ് ഹിപ്നോസിസ് അല്ലെ ഹിപ്നോട്ടിസം ഒരു തെറാപ്പി ആയിരുന്നെങ്കിൽ നമുക്കത് പഠിക്കാനുണ്ടാവില്ലേ? പോട്ടെ, അത് അംഗീകരിക്കില്ലേ? പറഞ്ഞേ, അംഗീകരിക്കൂലേ? അല്ലെങ്കിൽ അതിനായിട്ടൊരു പ്രൊമിനന്റ് ടെക്സ്റ്റ് ബുക്കെങ്കിലും വരൂലേ? അപ്പൊ നിങ്ങൾ എപ്പോഴും ആലോചിക്കും, എന്തുകൊണ്ടാണ് ഹിപ്നോട്ടിസം സൈക്കോളജിയുമായിട്ട് ഇത്രയും കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത്? ഉത്തരം പറഞ്ഞുതരാം. അതിന് കാരണം സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹം ഒരു ലോക പ്രശസ്തനായിട്ടുള്ള ഒരു ന്യൂറോളജിസ്റ്റ് തന്നെ പറയാം. അതായത് ന്യൂറോളജിസ്റ്റ് അറിയാലോ, ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അതായത് ഈ കാല് കുഴഞ്ഞു പോവാ, കൈ കുഴഞ്ഞു പോവാ, അല്ലെങ്കിൽ പിന്നെ പാരലൈസ്ഡ് ആയി പോവാ, അത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ന്യൂറോളജിസ്റ്റ് ആയിരുന്നു ആര്? നമ്മുടെ ഫ്രോയിഡ്. ഫ്രോയിഡിന്റെ അടുത്ത് ചില പേഷ്യൻസ് വരുമ്പോൾ ചിലപ്പോൾ കൈ കുഴഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ കണ്ണ് കാണുന്നുണ്ടാവില്ല, ചിലപ്പോൾ കാല് കുഴഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ പാരലൈസ്ഡ് ആയിരിക്കും. അപ്പൊ ഫ്രോയിഡ് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ശരീരത്തിൽ ഒരു കുഴപ്പമില്ല. അതായത് കാല് കുഴഞ്ഞതായിട്ടുള്ള ഒരു കുഴപ്പവും ശരീരത്തിനില്ല, അല്ലെങ്കിൽ കൈ കുഴയാൻ മാത്രമുള്ള ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ ഫ്രോയിഡ് എന്താ എങ്ങനെയെന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയി. അദ്ദേഹം ചാർക്കോഡിന്റെ അടുത്ത് പോയി. ചാർക്കോഡ് എന്ന ഈ ഹിപ്നോട്ടിസം ഒക്കെ ചെയ്യാതി. ഫ്രോയിഡ് പറഞ്ഞെങ്കിൽ പേഷ്യൻസ് വരുന്നുണ്ട്, എനിക്കൊന്ന് ഹിപ്നോട്ടിസം പഠിപ്പിച്ചു തരുമോ, എന്നാൽ എനിക്ക് അവരെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് നോക്കുമായിരുന്നു. അങ്ങനെ ചാർക്കോഡ് നമ്മുടെ ഫ്രോയിഡിന് ഹിപ്നോട്ടിസം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഫ്രോയിഡ് എന്ത് ചെയ്തു, ഈ രോഗമുള്ള ചില സജസ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരെ എടുത്ത് ഹിപ്നോട്ടൈസ് ചെയ്തു. ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് കാല് കുഴഞ്ഞവനോട് ഹിപ്നോട്ടിസ്റ്റിൽ പറയാൻ, നീ എണീറ്റ് നടക്കുന്ന അയാൾ നടന്നു, അല്ലെങ്കിൽ കൈ കഴിഞ്ഞവൻ കൈ പൊക്കി. അപ്പൊ ഫ്രോയിഡ് തിരിച്ചറിഞ്ഞു, ഇയാൾക്ക് ശരീരത്തിന് ഒരു കുഴപ്പമില്ല, ശരീരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഹിപ്നോട്ടിക് പീരീഡിലും കൈ പൊക്കൂല, അല്ലെങ്കിൽ നടക്കില്ല. അപ്പൊ മനസ്സിലായി ശരീരത്തിനല്ല പ്രശ്നമാണ്. അവിടെ നിന്ന് ന്യൂറോളജി ഉപേക്ഷിച്ച് സൈക്കോളജിക് ഫീൽഡിലേക്ക് വന്ന ആളാണ് ഫ്രോയിഡ്. സൈക്കോളജിയിൽ ആദ്യത്തെ ട്രീറ്റ്മെന്റ് മെത്തേഡ്, മാനസിക രോഗത്തിന് സൈക്കോളജിക്കലി ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് കൊണ്ടുവന്നത് ഫ്രോയിഡാണ്. അദ്ദേഹം ഒരു ന്യൂറോളജിസ്റ്റ് ആയിരുന്നു. ഈ ഒരു ബന്ധമാണ് ഹിപ്നോട്ടിസ്റ്റ് സൈക്കോളജിയുമായിട്ട് ഉള്ളത്. അദ്ദേഹം ഒരു പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി ചുമ്മാ പഠിച്ചു. ബട്ട് അദ്ദേഹം അതൊരു തെറാപ്പി ആയിട്ടോ വേറെ ആരും അതൊരു തെറാപ്പി ആയിട്ട് സൈക്കോളജിയിൽ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പൊ മനസ്സിലായോ മെസ്മറിന്റെ ഹിപ്നോട്ടിസവും സൈക്കോളജിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ്? പറഞ്ഞേ, എല്ലാരും പറഞ്ഞേ. ഈ 19th 18th സെഞ്ചുറിയിലുള്ള പേരൊക്കെ നിങ്ങൾക്ക് ആരുള്ളത്, മെന്ററൊക്കെ ഉള്ളത്, നിങ്ങൾ നോട്ട് മേടിക്കുക. ഈ പേരുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് എന്താ പറയുക, കീവേഡ് ആയിട്ട് എഴുതി വെക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ മൈൻഡ് മാപ്പ് ചെയ്യാൻ വേണ്ടി പഠിക്കുക കേട്ടോ. ഗൈഡ് ചെയ്യും ഞങ്ങൾ. ഈ പേരുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഫ്രാൻസ് ആന്റൺ മെസ്മർ ആരാണ്? ഹിപ്നോസിസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത ആളാണ്. ഇനി എമിൽ ക്രേപ്ലെ, അദ്ദേഹം ഒരു ജർമ്മൻ സൈക്യാട്രിസ്റ്റ് ആയിരുന്നു. ആദ്യമായിട്ടൊരു ഡയഗ്നോസ്റ്റിക് സിസ്റ്റം, അതായത് DSM പോലെ ICD പോലെ ആദ്യമായിട്ടൊരു ഡയഗ്നോസ്റ്റിക് സിസ്റ്റം ഉണ്ടാക്കിയ ആളാണ് എമിൽ ക്രേപ്ലെ. പിന്നെ സിഗ്മണ്ട് ഫ്രോയിഡ്, ദ ഫൗണ്ടർ ഓഫ് ദി സ്കൂൾ ഓഫ് സൈക്കോളജിക്കൽ തെറാപ്പി നോൺ ആസ് സൈക്കോ അനാലിസിസ്. അതായത് ആദ്യമായിട്ട് സൈക്കോളജിയിൽ ഒരു തെറാപ്പി കൊണ്ടുവന്നത് ഫ്രോയിഡ് ആണ്. ആ തെറാപ്പിയുടെ പേരെന്താണ്? സൈക്കോ അനാലിസിസ്. ഇനി വില്യം വൂണ്ട് ഉണ്ട്. അദ്ദേഹം ഒരു ജർമ്മൻ സയന്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഫസ്റ്റ് സൈക്കോളജിക്കൽ എക്സ്പെരിമെന്റൽ ലബോറട്ടറി ഉണ്ടാക്കി. എവിടെ? 1879 ലെപ്സിക് യൂണിവേഴ്സിറ്റി ജർമ്മനിയില്.
and subsequently influenced the empirical study of abnormal behavior. Abnormal behavior empirically study ഒക്കെ ആദ്യമായിട്ട് നടത്തിയത് നമ്മുടെ വില്യം വോണ്ടായിരുന്നു. ഇനി ജെ മെക്കിൻ കാറ്റൽ ഉണ്ട്, ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം മൂഡിന്റെ മെത്തേഡ് പഠിക്കുകയും ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ പറ്റിയും മെന്റൽ പ്രോസസ്സിനെ പറ്റി പഠിച്ച ആളാണ്. ഇനി ലൈറ്റ്നർ വിറ്റ്മർ ഉണ്ട്, ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. എസ്റ്റാബ്ലിഷ് ദ ഫസ്റ്റ് സൈക്കോളജിക്കൽ ക്ലിനിക്. നോട്ട് ചെയ്യണേ, ആദ്യമായിട്ട് സൈക്കോളജിക്കൽ ക്ലിനിക് USA തുടങ്ങിയ ആള് ലൈറ്റ്നർ വിറ്റ്മർ ആണ്. ഫോക്കസിംഗ് ഓൺ പ്രോബ്ലം ഓഫ് മെന്റലി ഡെഫിഷ്യന്റ് ചിൽഡ്രൻ. മെന്റലി ഡെഫിസിറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഒരു ക്ലിനിക്ക് തുറന്നത്. ഹി ഓൾസോ ഫൗണ്ടഡ് ദ ജേർണൽ. അദ്ദേഹത്തിന്റെ ജേർണൽ ആയിരുന്നു ദ സൈക്കോളജിക്കൽ ക്ലിനിക് ഇൻ 1907. ഇനി വില്യം ഹീലി ഉണ്ട്, ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ഹു എസ്റ്റാബ്ലിഷ് ദ ചിക്കാഗോസ് ജുവനൈൽ സൈക്കോപാത്തിക് ഇൻസ്റ്റിറ്റ്യൂട്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സൈക്കോപാത്തിക് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ ഒരാളാണ് ഷിക്കാഗോയില് നമ്മുടെ വില്യം ഹീലി. ആൻഡ് അഡ്വാൻസ് ദ ഐഡിയ ദാറ്റ് മെന്റൽ ഇൽനെസ് വാസ് ഡ്യൂ ടു എൻവയോൺമെന്റൽ ഓർ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്. ഒരാൾക്ക് മാനസിക രോഗം വരുന്നത് എൻവയോൺമെന്റൽ ഫാക്ടർ കൊണ്ടും സോഷ്യോ കൾച്ചറൽ ഫാക്ടർ കൊണ്ടാണ് നമുക്ക് ആദ്യമായിട്ട് പറഞ്ഞത് വില്യം, അല്ലെങ്കിൽ അതിനൊരു സ്ട്രെസ് ചെയ്ത് പറഞ്ഞു, ആദ്യമായിട്ടെന്ന് പറയാൻ പറ്റില്ല, സ്ട്രെസ് ചെയ്ത് പറഞ്ഞത് വില്യം ഹീലി ആയിരുന്നു. പിന്നെ പാവ്ലോ അല്ലെ, ഒരു റഷ്യൻ ഫിസിയോളജിസ്റ്റ് ആയിരുന്നു. ക്ലാസിക്കൽ സ്റ്റഡീസ് ഓൺ സൈക്കോളജി ഓഫ് ലേണിംഗ്. J.B. Watson, American psychologist ആയിരുന്നു. Conducted early research of learning principle and come to known as father of behaviorism. Behaviorism father. B.F. Skinner, American learning theorist ആയിരുന്നു. അദ്ദേഹം ലേണിംഗിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. ഓപ്പറന്റ് കണ്ടീഷനിങ്ങിന്റെ ഫാദർ ആണ്. ഇൻഫ്ലുവൻഷ്യൽ ഇൻ ഇൻകോർപ്പറേറ്റിംഗ് ബിഹേവിയറൽ പ്രിൻസിപ്പിൾ ഇൻടു ഇൻഫ്ലുവൻഷ്യൽ ബിഹേവിയറൽ ചേഞ്ച്. ഒരാളുടെ ബിഹേവിയറൽ ചേഞ്ച് വരുത്താൻ വേണ്ടി ഈ ഇൻസ്ട്രുമെന്റൽ ലേണിംഗ് കൊണ്ട് പറ്റും എന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ് BF Skinner. അപ്പം അബ്നോർമാലിറ്റിയുടെ ഒരു ബ്രീഫ് എന്നാൽ പ്രധാനപ്പെട്ട പേരുകൾ പറയുന്ന ഒരു ചരിത്രമായിരുന്നു നമ്മൾ നോക്കിയത്. ആൻഷ്യൻ വേൾഡില് ഹിപ്പോക്രേറ്റ്സ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, ഗാലൻ ഉണ്ട്. മിഡിൽ ഏജസിലാണെങ്കിൽ ആബസീനിയൻ ഹിൽഗാർഡും ഉണ്ട്. 16th സെഞ്ചുറിയിലാണെങ്കിൽ പാരാസെലസസ് ഉണ്ട്. ട്രേസ് ഓഫ് അവീല ഉണ്ട്. ജോൺ വെയ്നർ ഉണ്ട്. അതുപോലെ തന്നെ റോബർട്ട് ബർട്ടൺ ഉണ്ട്. വില്യം ട്യൂക്ക് ഉണ്ട്. ഫിലിപ്പ് ഫൈനൽ, ബെഞ്ചമിൻ റഷ് ഉണ്ട്. Coming to 19th and early 20th century, Dorothy Dixon ഉണ്ട്, ഫ്രാൻസ് ആന്റൺ മെസ്മർ ഉണ്ട്, ക്ലിഫോർഡ് ബിയേഴ്സ് ഉണ്ട്, എമിൽ ക്രേപ്ലൻ ഉണ്ട്, സിഗ്മണ്ട് ഫ്രോയിഡ്, വില്യം വോണ്ട്, ജെ മെക്കിൻ കാറ്റൽ, ലൈറ്റ്നർ വിറ്റ്മർ, വില്യം ഹീലി, ഇവാൻ ഡി പാവ്ലോ, ജോൺ ബി വാട്സൺ ആൻഡ് BF സ്കിന്നർ. ഇതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് ഏത് എൻട്രൻസ് എക്സാം എടുത്താലും ചോദിക്കും. ഓക്കെ ആണോ? മാം, എൻട്രൻസ് എക്സാമിന് ക്വസ്റ്റ്യൻ ടൈപ്പ് എങ്ങനെയായിരിക്കും? എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ്? കാണിച്ചുതരാം. ഇതൊന്ന് ഇച്ചിരി എത്തിക്കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് കാണിച്ചിട്ടേ ഫ്രീ ക്ലാസ് അവസാനിപ്പിക്കുള്ളൂ കേട്ടോ. ഇനിയാണ് നെക്സ്റ്റ് ടോപ്പിക്, ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. ഓക്കെ, നമുക്ക് വേൾഡ് വൈഡ് മാനസിക രോഗം തിരിച്ചറിയാൻ അല്ലെങ്കിൽ എന്താണ് അതിന്റെ കോഴ്സസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ 2 ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് ആണ് നിലവിലുള്ളത്. ഒന്ന് DSM, അതായത് ഡയഗ്നോസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ. അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് അമേരിക്കയിലും കാനഡ പോലുള്ള കുറച്ച് രാജ്യങ്ങളിൽ മാത്രമാണ്. വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്നത്, ഇന്ത്യയിലടക്കം യൂസ് ചെയ്യുന്നത് ICD ആണ്. ഇന്ത്യൻ ICD, ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. അതെല്ലാ രോഗത്തിനും ഉണ്ട്. ഇപ്പം ICD വെറും മെന്റൽ ഡിസോർഡറിന് മാത്രമൊന്നുമല്ല, എല്ലാ രോഗത്തിനും ICD ഉണ്ട്. നമ്മുടെ കോഡ് F വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിനെ പറ്റി വിശദമായിട്ട് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് ഞാൻ ഇന്നിപ്പോ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തുതരും. നാളത്തേക്ക് അതൊന്ന് കാണാം കേട്ടോ. കാരണം ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് നല്ലൊരു ശതമാനം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ആവും. Diagnostic and Statistical Manual. The Diagnostic and Statistical Manual of Mental Disorder is used by clinicians and psychiatrists to diagnose psychiatric illness. കണ്ടോ, ക്ലിനിഷ്യൻസും സൈക്യാട്രിസ്റ്റുകളാണ് സൈക്യാട്രിക് ഇൽനെസ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. In 2013, a new version known as DSM-5 was released. 2022-23 ആവുമ്പോഴേക്കും DSM-5 ഇറങ്ങി. ഇപ്പം ഉപയോഗിക്കുന്നത് DSM-5 ആണ്. 5TR-നെയും ICD-11 ആണ് ഇപ്പൊ ഉപയോഗിക്കുന്നത് കേട്ടോ. DSM-5 ICD-11 ആണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. രണ്ടിനെ പറ്റിയിട്ടും മറ്റേ ഞാൻ ഒരു ക്ലാസ് ഒരു വീഡിയോ ഇട്ടിടാന്നുള്ള വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ
സൈക്യാട്രിക് ഇൽനെസ് ഡയഗ്നോസ് ചെയ്യാൻ സൈക്യാട്രിസ്റ്റുകളും ക്ലിനിഷ്യൻസ് ഉപയോഗിക്കുന്ന ഒരു മാനുവൽ ആണ് ഇത്, ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെന്റൽ ഡിസോർഡർ. The DSM is published by American Psychiatric Association. ഇത് പ്രത്യേകം ശ്രമിക്കണേ. APA എന്ന് പറയുമ്പോൾ നമുക്ക് തെറ്റിദ്ധാരണ വരും, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ അല്ല. കാരണം രണ്ട് ഓപ്ഷൻ എപ്പോഴും കാണാറുണ്ട്, അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷനും അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷനും. DSM പബ്ലിഷ് ചെയ്യുന്നത് അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ ആണ്. ആൻഡ് covers all categories of mental health disorder in both adults and children. കുട്ടികളുടെയും വലിയ എല്ലാ ഡിസോർഡറും അതിൽ കവേർഡ് ആണ്. The DSM is utilized widely in United States for psychiatric diagnosis, treatment, recommendation, and insurance coverage process. Widely ഉപയോഗിക്കുന്നത് അമേരിക്കയിൽ തന്നെയാണ് കേട്ടോ, ഡയഗ്നോസിസിനും ട്രീറ്റ്മെന്റിനും ഇൻഷുറൻസിനും ഒക്കെ വേണ്ടിയിട്ട്. The manual is non-theoretical, തിയറി ഒന്നും അതിലില്ല, and focus mostly on describing symptom as well as statistics concerning which gender is most affected by illness, typical age of onset, the effect of treatment and common treatment approaches. എപ്പോഴും സിംറ്റംസ് ഉണ്ട്, ഏത് ഏജിലാണ് തുടങ്ങുന്നതെന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഏത് ജെൻഡറിനാണ് അത് കൂടുതൽ എഫക്റ്റഡ് ആവുന്നത് പറയുന്നുണ്ട്, ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ഒക്കെ പറയുന്നുണ്ട്. ഇതാണ് ചെയ്യുന്നത്. ഒരിക്കലും തിയററ്റിക്കൽ അല്ല വാട്ട് നമ്മുടെ DSM എന്ന് പറയുന്നത്. DSM നാളെ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് തോന്നുന്നു മറ്റേതിൽ ഞാൻ കാണിക്കുന്നുണ്ടെന്ന്. DSM 5TR ഒക്കെ എന്റെ കയ്യിലുണ്ട്, നോക്കിയിട്ട് കാണുന്നില്ല, കാണിച്ചു തരാം കേട്ടോ. അപ്പൊ DSM ഡെവലപ്പ് ചെയ്തത് അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ, കറന്റ്ലി യൂസ് ചെയ്യുന്നത് DSM-5. ഇനി DSM അപ്ഡേറ്റ്സ് ആണ് കേട്ടോ വരുന്നിട്ടുള്ളത്. DSM അപ്ഡേറ്റ്സ് നോക്കിയേ. ദ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഹാസ് ബീൻ റിവൈസ്ഡ് എ നമ്പർ ഓഫ് ടൈം ഇൻ ഹിസ്റ്ററി. 1952 DSM-1, 68 DSM-2, 74 DSM-2 റീപ്രിന്റ്, 84 DSM-3, 87 DSM-3 റിവൈസ്ഡ് ആണ്. 1994 DSM-4, 2000 DSM-4 and 2013 DSM-5, 2022 22 or 23 ജനുവരിയിൽ എങ്ങനെയാണ് പ്രാബല്യത്തിൽ വന്നത് DSM-5T. 40R വരെ മൾട്ടിപ്പിൾ ആക്സിയൽ സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. DSM-40R മെയിൻ ഒരു പ്രത്യേകതയായിരുന്നു ആക്സിയൽ സിസ്റ്റം. ആക്സിസ് 1 ഒരു 5 ആക്സിസ് ആയിട്ടായിരുന്നു ഡിസോർഡേഴ്സിനെ തരംതിരിച്ചത്. ആക്സിസ് 1 ക്ലിനിക്കൽ ഡിസോർഡർ ആൻഡ് അതർ കണ്ടീഷൻ ദാറ്റ് മേ ബി എ ഫോക്കസ് ഓഫ് അറ്റൻഷൻ. ആക്സിസ് 2 പേഴ്സണാലിറ്റി ഡിസോർഡർ ആൻഡ് മെന്റൽ റിട്ടാർഡേഷൻ. ആക്സിസ് 3 general medical condition. Axis 4 psychosocial and environmental problem. Axis 5 global assessment of functioning. DSM-5 വന്നപ്പോ ഏറ്റവും വലിയ പ്രത്യേകത 5 ഭയങ്കര ഒരു വിപ്ലവം സൃഷ്ടിച്ചൊരു മാറ്റം തന്നെ കേട്ടോ. കാരണം ഈ ആക്സിയൽ സിസ്റ്റം എടുത്തൊഴിവാക്കി. അതുപോലെ അതുവരെ റോമൻ നമ്പേഴ്സ് ആയിരുന്നു, അറബിക് നമ്പേഴ്സിലേക്ക് മാറ്റി. 5 മുതൽ അറബിക് നമ്പർ ഒക്കെ ആക്കാൻ വേണ്ടി തുടങ്ങി. 40R ഒരു മെയിൻ പ്രത്യേകത ആയിരുന്നു ആക്സിയൽ സിസ്റ്റം. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ ആണോ? ഇനി അടുത്തതാണ് ICD, ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. ഓക്കെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO 1948 പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആട്ടോ ICD കൊണ്ടുവന്നിട്ടുള്ളത്. The diagnostic tool is used to classify and monitor course of injury and death that maintains information for health analysis such as the study of mortality and morbidity trends. അതായത് മരണകാരണവും പിന്നെ അതുപോലെ തന്നെ ഇൽനെസിന്റെ കാരണവും കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ആണ്. എല്ലാ രോഗങ്ങൾക്കും ICD ഉണ്ട്. The ICD is designed to promote international compatibility in health data collecting and reporting. Health data collect ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക, അതിലൊക്കെയാണ് ICD പ്രൊമോട്ട് ചെയ്യുന്നത്. Each disease is detailed with diagnostic characteristics and given a unique identifier that is used to code mortality data on death certificate or morbidity data from patient and clinical record. നമ്മുടെ നാട്ടിലാണ് ഫീവർ അല്ലെങ്കിൽ എന്താണ് അൾസർ, ഗ്യാസ്ട്രൈറ്റിസ് എന്നൊക്കെ എഴുതി വെക്കാം. പുറത്തൊക്കെ കോഡ് ICD കോഡ് മാത്രമാണ് എഴുതി വെക്കുക. അതായത് ഡെത്ത് സർട്ടിഫിക്കറ്റിലും ICD കോഡാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ ഡയഗ്നോസ്റ്റിക്കിലൊക്കെ ICD കോഡാണ് എഴുതി വെക്കുക. ഒരിക്കലും എന്തെഴുതി വെക്കില്ല, പേരെഴുതി വെക്കത്തില്ല. അപ്പൊ ഈ എന്തായിരുന്നു ഒരു ഇപ്പൊ എല്ലാരും പഠിക്കുന്നുണ്ടല്ലോ അങ്ങനത്തെ ഒരു കോഴ്സ്, ഡാറ്റ കോഡിങ്ങോ
അങ്ങനത്തെ പറഞ്ഞിട്ട് കോഡിംഗ് അല്ലേ? മെഡിക്കൽ കോഡിംഗ്, ICD കോഡിംഗ് ആണ് അതിൽ പഠിക്കുന്നത്. The core of the ICD-10 uses a single list of 4 alphanumeric characteristics from A00 to Z99. കണ്ടോ, alphanumeric കോഡാണ്. ഒരു ലെറ്ററും 4 നമ്പേഴ്സ് വരുന്നുണ്ട്. അതെങ്ങനെ A000 അല്ല A00.0 to Z99.0 വരെ ഉണ്ട്. ഇത് നമുക്ക് തന്നിട്ടുള്ളത് F00.0 to F99.0 വരെയാണ് മെന്റൽ ഡിസോർഡർ. അത് നോട്ട് ചെയ്ത് വെച്ചേ. ചാപ്റ്റർ 22 ആണ് നമുക്കുള്ളത്. There are 22 chapters in total. Several letters are included in single chapter 12. ചില ലെറ്റേഴ്സ് ഒക്കെ സിംഗിൾ ചാപ്റ്ററിൽ തന്നെ ഉണ്ട്. അതായത് A, B ഒക്കെ 22 ചാപ്റ്റർ മൊത്തം ഉണ്ട്. ചില ലെറ്റേഴ്സ് A, B ഒക്കെ നമുക്ക് 26 അക്ഷരങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് 26 അക്ഷരം ഉണ്ടായിട്ട് 22 ചാപ്റ്റർ മാത്രമാണ്. ചില ലെറ്റേഴ്സ് ഒക്കെ ഒരേ ചാപ്റ്ററിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്ന കോഡ് F00.0 to F99.0 വരെയാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാരും എന്ന് പറഞ്ഞേ. അപ്പൊ ഇന്ന് നമ്മൾ കവർ ചെയ്ത ടോപ്പിക്സ് അബ്നോർമൽ സൈക്കോളജിയുടെ ഇൻട്രഡക്ഷൻ നോക്കി, നോർമാലിറ്റി ആൻഡ് അബ്നോർമാലിറ്റിയുടെ ഇൻഡിക്കേറ്റേഴ്സ് നോക്കി, അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ വ്യൂ ഓഫ് അബ്നോർമൽ സൈക്കോളജി നോക്കി, ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് 2 ക്ലാസിഫിക്കേഷൻ സിസ്റ്റം, ഡയഗ്നോസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ആൻഡ് ICD വിശദമായിട്ട്. ഓക്കെ ആണല്ലോ? അടിപൊളി. ഇന്ന് കുറച്ച് ഹിസ്റ്ററി ഒക്കെ കുറച്ച് ലാഗിങ് ആണ്, പക്ഷെ അടിപൊളി കോസൽ ഫാക്ടേഴ്സ്, എന്തുകൊണ്ട് മാനസിക രോഗം വരുന്നു, നമുക്ക് സിനിമാ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പഠിക്കണം. അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങള് നാളത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ക്ലാസ് അധികവും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പോ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അടുത്തൊരു സെഷനുമായി നമ്മൾ വീണ്ടും കാണും. അതുവരെ ഇറ്റ്സ് മീ അഫ അബ്ദുൽ നഫീ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ. നിങ്ങളുടെ ഒരു വാല്യുബിൾ ഫീഡ്ബാക്ക് നമ്മുടെ ഗ്രൂപ്പിൽ അറിയിക്കാം. അപ്പൊ മറ്റുള്ളവർക്ക് കയറാനൊരു ഇൻട്രസ്റ്റ് കൂടുന്നതാണ്. ബൈ. എന്തോ ക്വസ്റ്റ്യൻ എങ്ങനെയാന്നുള്ള പറയാന്ന് പറഞ്ഞില്ലേ? എന്തോ കേട്ടില്ല. ക്വസ്റ്റ്യൻ അത് ഞാൻ 2-3 ക്ലാസ് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പോഴേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. ഓക്കെ. ശരി. താങ്ക് യു മാം.